അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്. ഇക്ക വന്നപ്പോഴത്തേക്ക് അല്പം വൈകിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മിക്കുള്ള ദിവസങ്ങളിലും ഇക്ക നേരത്തെ വരാറാണ്. നമുക്ക് പറയാൻ പറ്റൂലല്ലോ, ഒരു ജോലിക്ക് പോകുന്നതല്ലേ. അന്നത്തേക്ക് ഇക്ക വന്ന് കുളിച്ച് ഒരുങ്ങി ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഫിഷ് വാങ്ങാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഫിഷ് മാർക്കറ്റിലെത്തി. ഇവിടുന്ന് മേടിച്ചവരെല്ലാം പറയുന്ന നല്ല അഭിപ്രായങ്ങളാണ്. അതായത് വൈകുന്നേരത്ത് വന്ന് മീൻ മേടിക്കാൻ നല്ല ലാഭവും അതേപോലെ തന്നെ നല്ല മീനുമാണെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു തവണ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം അടച്ച് കെട്ടി പൂട്ടി അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നതാണ് ഗൈസ്. വന്നപ്പോഴത്തേക്ക് ആളൊക്കെ കുറവായിരുന്നു. നമുക്കിപ്പോൾ ആളെ അല്ലല്ലോ ആവശ്യം, നമുക്ക് നല്ല മീൻ കിട്ടിയാൽ പോരെ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാ സൈസ് മീനും ഉണ്ടായിരുന്നു. എനിക്കതിൽ പിടിച്ചതെന്ന് വെച്ചാൽ എഴുത്തങ്കോരയാണ് പിടിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. അത് കാരണം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഞങ്ങളെ കൊച്ചുമ്മാടെ മോള് ഞങ്ങളിങ്ങനെ മീനിന് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് എനിക്കും കൂടി കൊഞ്ച് കിട്ടുന്നെങ്കിൽ മേടിച്ചോട്ട് വരണേന്ന്. അങ്ങനെ അവൾക്ക് ഞങ്ങൾ കൊഞ്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോകുമ്പോഴത്തേക്ക് വീട്ടിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട് അടുത്താണ്. അന്നേരം തിരിച്ച് പോകുമ്പം വീട്ടിലും കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും മീനൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചു. മിക്കുള്ള ദിവസങ്ങളിലും ആങ്ങള മീൻ കൊണ്ടുവരാറുണ്ട് രാത്രിയിൽ. അത് ഇവിടെ നിന്നായിരിക്കും മേടിക്കൊണ്ട് വരുന്നത്. നല്ല മീനാണ്, നല്ല സൂപ്പർ ഫ്രഷ് മീനാണ്. നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. നല്ല സൂപ്പർ മീൻ കിട്ടും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല മീനും കിട്ടും. നമുക്ക് രാവിലെ നമ്മളെ ജോലികൾ ഒതുങ്ങും. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു. ഇവിടെ തന്നെ കടയിൽ ഉണക്ക മീനും എല്ലാം കിട്ടും അത്യാവശ്യം. ഞങ്ങളതൊന്നും വാങ്ങിച്ചിട്ടില്ല. മീനും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്.